UDF അധികാരത്തിൽ വന്നാൽ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും സർക്കാർ ഗ്യാരണ്ടി ഏർപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സഹകരണ സംഘങ്ങളിൽ തലപ്പത്തെത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പുഴുക്കുത്തുകളുണ്ടെന്നും സതീശൻ. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ചേറ്റുവയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ തണത്തറ വരെ വഴി നീളെ കുഴികൾ. 4.5 കോടി രൂപ ചെലവിട്ട് 1.5 വർഷം മുൻപ് പുതുക്കിപ്പണിത റോഡ് പലയിടത്തായി പൊളിഞ്ഞുകിടക്കുന്നത്. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്ക് വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ മുതൽ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. നമസ്കാരം. വാർത്തകൾ വിശദമായി. UDF അധികാരത്തിൽ വന്നാൽ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും സർക്കാർ ഗ്യാരണ്ടി ഏർപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ടൗൺ ബ്രാഞ്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ സംഘങ്ങളിൽ തലപ്പത്തെത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പുഴുക്കുത്തുകളുണ്ടെന്നും ഇത്തരം പ്രവണത തടയുന്നതിന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം തന്നെ മുൻകൈയെടുക്കണമെന്നും VD സതീശൻ പറഞ്ഞു. യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബാങ്ക് പ്രസിഡന്റ് VL ജോൺസൺ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. റിസർവ് ബാങ്കിന്റെ ഗ്യാരണ്ടി ആ പണം നമുക്ക് തിരിച്ചു കിട്ടും. ആ ഗ്യാരണ്ടി സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപകർക്കും നൽകും. നമ്മുടെ ഒരു ഡിമാൻഡാണ്. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലം നിർമ്മാണം എങ്ങുമെത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. ചേർപ്പ് തൃപ്രയാർ പ്രധാന റോഡിലെ ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണമാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കും തീരാ ദുരിതം സമ്മാനിക്കുന്നത്. പഴയ പാലം പൂർണ്ണമായും പൊളിച്ചുള്ള നിർമ്മാണമായതിനാൽ റോഡ് 2ആയി വിഭജിക്കപ്പെട്ട് വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശം ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിയതോടെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ആവശ്യങ്ങൾക്കായി അപ്പുറമെത്താൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട ഗതികേടിലാണ്. ഇങ്ങനെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനാകാതെ രോഗി മരിക്കാനുമിടയായി. 1.5-2 വർഷമായി തുടക്കം കുറിച്ചിട്ടിട്ട് ഇതുവരെ ആയിട്ടും പണികൾ ഒന്നും നടന്നിട്ടില്ല. ആകെ 2 പേര് 3 പേര് വെച്ചിട്ടാണ് അവർ പണി നടക്കുന്നത്. ഇപ്പോൾ 1 മാസത്തെ വേണ്ടിയിട്ടാണ് അടച്ചിട്ടിട്ട്, ഒരു ബൈക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ടിട്ട് പണി നടത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് അതേപോലെ തന്നെ ജോലിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. 1 കിലോമീറ്റർ ചുറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 14 കിലോമീറ്റർ ചുറ്റിട്ടാണ് തൃപ്രയാർ ഭാഗത്തേക്കും മറ്റുള്ളടത്തേക്കും പോകുന്നത്. ഇപ്പോൾ പുള്ള് ആലപ്പാട് ആ ഭാഗത്തുകളൊക്കെ വെള്ളം കയറിയ കാരണം ആ ഭാഗത്തേക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ ഞങ്ങളൊരു ദ്വീപിൽപ്പെട്ട പോലെ തൃപ്രയാർക്ക് പോകാനായിട്ട് ബസ് മാത്രം ആശ്രയിക്കേണ്ട, ഒരു ബൈക്കിൽ ഒരു അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനോ അതല്ലെങ്കിൽ മരിച്ച വീട്ടിലേക്ക് പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മറുകരയെത്താനുള്ള പ്രദേശത്തെ ഏക മാർഗം കാൽനടയാത്രയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമാണ്. മഴക്കാലത്ത് വഴിക്കലും മറ്റുമായി ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമായി. ജനങ്ങളാകെ ദുരിതത്തില്ല. ചെറുവണ്ടി കടക്കാനുള്ള സംവിധാനം ചെയ്താൽ മതിയായിരുന്നു. ഇത് 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ ചെടിയിൽ കൂടെ വന്നിട്ട് വേണം ഇങ്ങോട്ട് ഈ ചെറുക്കലേക്ക് എത്തണമെങ്കിൽ. അതിനൊരു പോൺ വഴി എത്രയും വേഗം കണ്ടതിലെ കാര്യമുള്ളൂ. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഇത് വാർത്തത്. മെയ് മാർക്ക് കഴിഞ്ഞത്. അപ്പോൾ അടുത്ത മാസം 18-ാം തീയതി ഇത് കഴിയുമെന്ന് പറയുന്നത്. ഇത് കൈവരി കെട്ടി കഴിഞ്ഞിട്ട് വേണ്ട വണ്ടി പോകണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. ഈ വഴിയുള്ള സ്വകാര്യ ബസ്സുകൾ നിലവിൽ ഇരുകരകൾ വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇതോടെ ഒറ്റ ട്രിപ്പിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഇരുകരകളിലേക്കും നടന്നും ബസ്സുകൾ മാറിക്കേറിയും വേണം യാത്ര നടത്താൻ. പ്രദേശത്തെ വ്യാപാരികളും ദുരിതത്തിലാണ്. ഇത് അടച്ചതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ്സിൽ 75% ഞങ്ങൾക്ക് കുറഞ്ഞു. തലയ്ക്ക് മീതെ വരുന്ന ബില്ലുകളാണ് വരുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകണം. ഞങ്ങൾക്ക് ഒരു ഗതിയില്ല. ഇത് ഈ പാലം തുറക്കാണ്ട് ഞങ്ങൾക്ക് ബിസിനസ്സിന്റെ ഒരു വശം വരുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വരുന്ന ബസ്സുകൾ അവിടെ നിർത്തുന്ന അപ്പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർ ആരുമില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ വരെ ബാക്കിയാവുക. ഇത് എത്ര ദിവസം ഇങ്ങനെ പോകുന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടില്ല. മതിയായ തൊഴിലാളികളില്ലാത്തതാണ് പ്രവൃത്തികളിൽ കാലതാമസം വരാൻ പ്രധാന കാരണം. ഒപ്പം പ്രതികൂല കാലാവസ്ഥയും കൂടിയായപ്പോൾ നിർമ്മാണം ഒച്ചിഴയും വേഗത്തിലായി. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പാലം പണി വർഷം 1 പിന്നിട്ടിട്ടും എങ്ങുമെത്തിയില്ല. യാത്രക്കാരും പ്രദേശവാസികളും എല്ലാം തന്നെ ദുരിതത്തിലാണ്. ഈ കാണുന്ന നടപ്പാലം കൂടി ഇല്ലായിരുന്നെങ്കിൽ കാൽനട യാത്ര പോലും അസാധ്യമായിരുന്നു.
ഇനിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും യാത്രക്കാരും പ്രദേശത്തെ വ്യാപാരികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. ഇന്ന് 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം റോഡുകൾ സംഗമിക്കുന്നത് സൂചിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7:30യോടെയാണ് വീണ്ടും അപകടമുണ്ടായത്. 2 കാറുകളും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദിവസം കാലത്ത് 3 വണ്ടി 4 വണ്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് കാലത്ത് 2 കാറും ഒരു ബൈക്കും കൂടി കൂട്ടിയിടിച്ച് ബൈക്കുകാരന്റെ ആയുസിന്റെ വലിപ്പം കൊണ്ടാണ് 2 ആളുകൾ രക്ഷപ്പെട്ടത്. 2 കാറുകളും ആകെ തർപ്പണായി. ഇത് ദിവസം ഇത് തന്നെയാണ് പന്നിത്തറം മേഖലയിലെ സ്ഥിതി. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചേരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റോഡുകൾ വീതി കൂട്ടി യാത്രാസൗകര്യം വർദ്ധിച്ചതിനാലും റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും 4 ഭാഗത്തു നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. 4 ഭാഗത്ത് വരുന്ന ആളുകളും മെയിൻ റോഡുകളാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവർ വരുന്നത്. ഒന്ന് സ്ലോവിൽ വരെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അതിന് വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടില്ല. അതിനൊരു പരിഹാരം വേണം. റോഡ് അതോറിറ്റി അതുപോലെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് സിഗ്നലുകളൊക്കെ സ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെയും യാത്രക്കാരെയും രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയോടെ കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നു. എന്നാൽ അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എപ്പോഴും ആക്സിഡന്റ്. അധികൃതരാണെങ്കിൽ ഒരു കണ്ണു തുറക്കുന്നില്ല. കാരണം സിഗ്നൽ ലൈറ്റ് ഇല്ല, ട്രാഫിക് ബ്ലോക്ക്, വളരെ ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് കാൽനട യാത്രക്കാർക്കൊന്നും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ധാരാളം അപകടങ്ങൾ നടക്കുന്നത് കൊണ്ട് ഒരുപാട് മനുഷ്യജീവികൾക്ക് ഭീഷണിയാണ്. ആയതിനാൽ വേണ്ടത്ര സംവിധാനങ്ങളായ സിഗ്നലിലെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. വാഹനങ്ങളുടെ അമിതവേഗം സെന്ററിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉടൻ തന്നെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ദേശീയപാത 66-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേറ്റുവയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എയർ ബാഗുകൾ പുറത്തു ചാടിയ നിലയിലാണ്. ഗുരുവായൂരിൽ നിന്ന് തൃത്തല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ദേശീയപാത നിർമ്മാണ കമ്പനി സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാത്തതാണ് അപകടത്തിന് പ്രധാന കാരണം. രാത്രി സമയങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ വാഹനയാത്രക്കാർക്ക് ഡിവൈഡറുകൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ദേശീയപാതയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ റോഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ അടിയന്തരമായി പരിശോധന നടത്തണമെന്നും വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ തണത്തറ വരെ വഴിനീളെ കുഴികൾ. 4.5 കോടി രൂപ ചെലവിട്ട് 1.5 വർഷം മുൻപ് പുതുക്കി പണിത റോഡാണ് പലയിടത്തായി പൊളിഞ്ഞത്. മഴ ശക്തമായതോടെ കുഴികളുടെ വ്യാപ്തിയും വർദ്ധിച്ചു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന്റെ താഴെ സ്ഥാപിച്ച ജലവിതരണ പൈപ്പുകൾ പൊട്ടിയാണ് കുഴികൾ ഉണ്ടായത്. പട്ടാമ്പി റോഡിലെ ഇറക്കത്തിലും ഒറ്റപ്പിലാവിലും തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് വലിയ തോതിൽ തകർന്നിരുന്നു. ഈ ഭാഗത്തെല്ലാം താൽക്കാലിക തരികിടപ്പണി നടത്തുകയല്ലാതെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. തൃത്താല പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ച 1/2 നൂറ്റാണ്ടോളം പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകളാണ് സംസ്ഥാനപാതയിൽ റോഡിന്റെ താഴെ ഭൂമിക്ക് അടിയിലൂടെ പോകുന്നത്. ഇവ മാറ്റി സ്ഥാപിക്കാതെയാണ് പാത നവീകരണം നടത്തിയത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ജല അതോറിറ്റിയോട് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഈ നില തുടർന്നാൽ മഴക്കാലം കഴിയുമ്പോഴേക്കും റോഡിന്റെ തകർച്ച പൂർണ്ണമാകും. TCV ന്യൂസ്, കുന്നംകുളം.
ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്ക് വൻ ഗതാഗത കുരുക്ക്. കല്ലിടുക്ക് മുതൽ ചുവന്ന മണ്ണ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. കല്ലിടുക്കിൽ ട്രെയിലർ ലോറി കുടുങ്ങിക്കിടന്നതാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത്. മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിലർ ലോറി JCB ഉപയോഗിച്ച് മാറ്റിയെങ്കിലും പുലർച്ചെ തുടങ്ങിയ കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം മുടിക്കോട്, കല്ലിടുക്ക് എന്നിവിടങ്ങളിലെ കുഴികൾ മൂലം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി പുരോഗമിക്കുന്നു. മന്ത്രി കെ രാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ദേശീയപാത അധികൃതർ അറ്റകുറ്റപ്പണി നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 263 ബൂത്തുകളിലായി 2,32,384 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് വൈകിട്ട് 6-ന് പൂർത്തിയാകും. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൌക്കത്തിനും M സ്വരാജിനും പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്ന PV അൻവറിന്റെ സാന്നിധ്യമാണ് മത്സരത്തിന് പ്രവചനാതീതമാകുന്നത്. മുള്ളൂർക്കര വാഴക്കോട് മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുജിൻ ചേരുന്നു. സുജിൻ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? മുള്ളൂർക്കര വാഴക്കോടാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇന്ന് പുലർച്ചെ കാട്ടാന ഇറങ്ങിയത്. കാട്ടാന ഇറങ്ങി പ്രദേശത്തെ വാഴകളും അതുപോലെ തെങ്ങുകളും നശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി മുള്ളൂർക്കര വാഴക്കോട് പ്രദേശത്ത് ആന ഇറങ്ങിയത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാഴാനി ഫോറസ്റ്റ് ഏരിയയിൽ നിരന്തരമായി എത്തിയിരുന്ന ആനയാണ്. ഇതിന് നാട്ടുകാർ വാഴക്കൊമ്പൻ എന്നൊക്കെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ വടക്കാഞ്ചേരി, വാഴാനി, മുള്ളൂർക്കര, ചേലക്കര പ്രദേശങ്ങളിൽ നിരന്തരമായി ഈ സമയങ്ങളിൽ ആന ഇറങ്ങുന്ന ഒരു പതിവ് ഉണ്ടായിരിക്കുകയാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ നാട്ടുകാരിൽ ഇത് വളരെയധികം ഭയാശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരാനയാണോ അതിൽ കൂടുതൽ കൂട്ടങ്ങളായി വരുന്നുണ്ടോ എന്ന് നാട്ടുകാർക്ക് അറിയാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ആന ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നതിന് യാതൊരു വിധത്തിലുള്ള സുരക്ഷയും അധികൃതർക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. എന്നിരുന്നാൽ കൂടി വാഴയും അതുപോലെ തന്നെ തെങ്ങുകളും നശിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആനകൾ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്നത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ആന ഇറങ്ങിയത് മൂലം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വടക്കാഞ്ചേരി, വാഴാനി പ്രദേശത്ത് ഫോറസ്റ്റ് ഏരിയയിൽ നിരന്തരമായി ആനകളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. ഇന്ന് പുലർച്ചെ മുള്ളൂർക്കര വാഴക്കോട് പ്രദേശത്താണ് ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത്. ഒരുപാട് വാഴയും അതുപോലെ തന്നെ തെങ്ങുകളും ആന നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് കൂടുതലായി നൽകാൻ കഴിയുന്ന വിവരം. ശരി സുജിൽ. മുള്ളൂർക്കര വാഴക്കോട് മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരിക്കുകയാണ്. ആർക്കും തന്നെ ആളപായമോ മറ്റു പരിക്കുകളോ ഇല്ല. എന്നിരുന്നാലും തന്നെ ജനങ്ങളെല്ലാം കടുത്ത ആശങ്കയിലാണ്. തുടങ്ങിയ വിവരങ്ങളാണ് സുജിൽ അറിയിച്ചത്. മറ്റു വാർത്തയിലേക്ക്. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലകളിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകുന്ന അനുപമമായ പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വർഷം 3 ലക്ഷം കുടുംബങ്ങളിലേക്ക് വായന വസന്തം എത്തിച്ചുകൊണ്ടാണ് വായനാ പക്ഷാചരണത്തിന് ലൈബ്രറി കൌൺസിൽ തയ്യാറെടുക്കുന്നതെന്നത് സന്തോഷം പകരുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ KEN കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മുരളി പെരുന്നല്ലി MLA വായനാദിന സന്ദേശം നൽകി. ലൈബ്രറി കൌൺസിൽ അംഗം TK വാസു, PN പണിക്കർ അനുസ്മരണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു, VK ഹാരി ഫാബി തുടങ്ങിയവർ സംസാരിച്ചു.
എടത്തുരുത്തി കാട്ടൂർ റോഡിൽ കോതറ പാലത്തിന് സമീപം KLDC കനാലിൽ കാണാതായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. ചളിങ്ങാട് തോട്ടുപറമ്പത്ത് കരീമിന്റെ മകൻ ഷാനവാസിനായാണ് തിരച്ചിൽ. കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കുളിക്കുന്നതിനിടെയാണ് യുവാവിനെ കാണാതായത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ ജില്ലാ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകരുടെ പണം തിരികെ നൽകാത്തതിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു. UDF ഭരിക്കുന്ന സൊസൈറ്റിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കാലാവധി പൂർത്തിയാക്കിയിട്ടും നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാത്തതിന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. ആം ആദ്മി വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കൊട്ടേക്കാട് സൊസൈറ്റി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ബിന്നി പൊന്തക്കൻ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സേവ്യർ, മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. പരിയാരം പള്ളിക്ക് സമീപം യുവതി പൊള്ളലേറ്റു മരിച്ചു. കരയടത്ത് ഷൈജു ഭാര്യ 45 വയസ്സുള്ള സിമിയാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇസ്രയേലിൽ ജോലിക്ക് പോയിരുന്ന ഇവർ ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. ചാലക്കുടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച് തമിഴ്നാട് വെള്ളം പിടിച്ചെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. ട്രോളിംഗ് നിരോധന നിയന്ത്രണങ്ങൾ ലംഘിച്ച് തമിഴ്നാട് കുളച്ചൽ സ്വദേശി അശ്വിൻ എന്നയാളുടെ ഉടമസ്ഥതയുള്ള പുനിത പ്രകാശിയമ്മാൾ എന്ന ആഴക്കടൽ മത്സ്യബന്ധന യാനമാണ് പിടിച്ചെടുത്തത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് യാനം പിടിച്ചെടുത്തത്. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് യാനം പിടികൂടിയത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തിയാക്കി 20,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കിരീടം കാണാനില്ലെന്ന് പരാതി. ക്ഷേത്രത്തിലെ പുതിയ ദേവസ്വം ഓഫീസർ ചുമതലയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ടം പാത്രം രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് 15 ഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണക്കിരീടം കാണാനില്ലെന്ന് കണ്ടെത്തിയത്. ദേവസ്വം ഓഫീസറായി ചുമതലയേറ്റ സച്ചിന്റെ പരാതിയിൽ ദേവസ്വം വിജിലൻസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. നിലവിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഓഫീസർ ലീവെടുത്ത് മാറി നിന്നപ്പോഴാണ് പുതിയ ഓഫീസറെ ദേവസ്വം നിയോഗിച്ചത്. ദേവസ്വം വിജിലൻസ് ഓഫീസറായ അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയത്. ചാവക്കാട് കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 16 കുടുംബങ്ങളെ കടപ്പുറം അഞ്ചങ്ങാടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു. NK അക്ബർ MLA ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, മുഹമ്മദ്, ചാവക്കാട് നഗരസഭാ കൌൺസിലർ ബുഷറ ലത്തീഫ് തുടങ്ങിയവർ MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ TK ഷാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് ബഫീഖ് ബക്കർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ JB നിഷ, കൌൺസിലർ റെജി ജോയ്, അഡ്വക്കേറ്റ് ഷോപ്പി വർഗീസ്, പ്രമീള രാജേഷ്, സന്ധ്യ വിനോദ്, സുമി കണ്ണൻ, ഹെഡ്മാസ്റ്റർ CK അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് വായനാ ദിനം.
വായനയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ലോക വായനാ ദിനമായി ആചരിക്കുന്നത്. ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം പരന്ന വായനയെ പിന്നോട്ടടിപ്പിച്ചുവെങ്കിലും ഈ പുസ്തകങ്ങളും ഓഡിയോ ബുക്കുമെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ്. അറിവിന്റെ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന. വായന ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എത്ര വളർന്നാലും വായന ഇല്ലാതാകുന്നില്ല. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. ന്യൂസ് ഡെസ്ക് TCV. വായനശാലയ്ക്കായി കാത്തിരുന്ന് നെന്മണിക്കര ഗ്രാമം. ഗ്രാമസഭാ തീരുമാനം 1.5 വർഷമായി നടപ്പിലായില്ല. യോഗം ചേരാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. ഇവിടെ ഒരു വായനശാല തുടങ്ങാനായിട്ട് ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായിട്ട് അതിനൊരു ഒഴിവുണ്ട് എന്നറിഞ്ഞ പിന്നെയാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയത്. പക്ഷേ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ നേതൃത്വമോ മറ്റുള്ളവരോ ഇതിനുവേണ്ടി യാതൊരു ഇൻട്രസ്റ്റും എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമസഭ ഒരു നാടിനെ മാറ്റുന്നത് ഇവിടുത്തെ നെന്മണിക്കര പഞ്ചായത്ത് 5-ാം വാർഡിൽ സാംസ്കാരിക നിലയങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന മുറികളിൽ വായനശാല തുടങ്ങാനുള്ള ഗ്രാമസഭാ തീരുമാനം 1.5 വർഷമായിട്ടും നടപ്പായില്ല. കഴിഞ്ഞ വായനാ ദിനത്തിന് 6 മാസം മുൻപ് ചേർന്ന ഗ്രാമസഭയിലായിരുന്നു തീരുമാനം. 2 അംഗനവാടികളുടെയും പ്രവർത്തനമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന സാംസ്കാരിക നിലയത്തിലും വായനശാല തുടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ് സഭ പാസാക്കിയത്. പ്രമേയത്തിന് പഞ്ചായത്ത് പിന്തുണ അറിയിക്കുകയും വായനശാല തുടങ്ങാൻ പൊതുയോഗം വിളിക്കാൻ വാർഡ് മെമ്പറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ പൊതുയോഗമോ ആലോചനയോ ഉണ്ടായിട്ടില്ലെന്ന് പരിശുദ്ധ പ്രവർത്തകനായ ശ്രീനാഥ് പറഞ്ഞു. ഇവിടെ ഒരു വായനശാല തുടങ്ങാനായിട്ട് ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായിട്ട് അതിനൊരു ഒഴിവുണ്ട് എന്നറിഞ്ഞ പിന്നെയാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയത്. പക്ഷേ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ നേതൃത്വമോ മറ്റുള്ളവരോ ഇതിനുവേണ്ടി യാതൊരു ഇൻട്രസ്റ്റും എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമസഭ ഒരു നാടിനെ മാറ്റുന്നത് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള ജനപ്രതിനിധികളും മറ്റു കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനൊപ്പം നിൽക്കണം. പുരോഗമന മതനിരപേക്ഷ ബോധമുണ്ടാകാനും ലഹരിക്കും മറ്റ് സാമൂഹ്യ വിപത്തുകൾക്കുമെതിരെ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിനും വായനശാല ആവശ്യമാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോളം വായിക്കാൻ പുസ്തകത്തിന് വേണ്ടി PS നമ്പൂതിരിയുടെ സ്മാരക മന്ദിരത്തിൽ പുസ്തകം ഒരുപാട് പേരുണ്ട്. നെന്മണിക്കരൊരു വായനശാല വരികയാണെങ്കിൽ നെന്മണിക്കരത്തെ എല്ലാ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും അതൊരു ഗുണമായി മാറും. ഗ്രാമങ്ങളിൽ വായനശാല ആവശ്യമാണ്. എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമല്ലാത്തതാണ് വായനശാല തുടങ്ങാൻ കഴിയാത്തതിന് കാരണമെന്ന് വാർഡ് മെമ്പർ ബിന്ദു ശശീന്ദ്രൻ അറിയിച്ചു. വായനശാല തുടങ്ങുന്നതിനായി ബന്ധപ്പെട്ടവരുടെ യോഗം എത്രയും വേഗം വിളിക്കുമെന്നും വാർഡ് മെമ്പർ പ്രതികരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. പുതിയ തലമുറയെ വായനയിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിനിയേച്ചർ പുസ്തകങ്ങൾ ഒരുക്കി സൗജന്യമായി വിതരണം നടത്തി വരികയാണ് ഗിന്നസ് സത്താർ ആദൂർ. കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ 35,000 കുഞ്ഞൻ പുസ്തകങ്ങൾ സത്താർ ആദൂർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ വായനാ ദിനത്തോടനുബന്ധിച്ച് ഇറക്കിയ കുഞ്ഞൻ പുസ്തകത്തിനും പുതുമകളേറെയാണ്. എത്ര പറഞ്ഞാലും മതിയാകില്ല ഗിന്നസ് സത്താർ ആദൂരിന്റെ കുഞ്ഞൻ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ. പുതിയ മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകം 1,00,000 വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താറിന്റെ പുതിയ ദൗത്യം. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം നിർമ്മിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് സത്താർ ആദൂർ. 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾ രചിച്ച് 2016 സത്താർ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഇതിനു മുൻപ് 2011 കുഞ്ഞു പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. സത്താറിന്റെ സൗജന്യ പുസ്തക വിതരണ ശ്രേണിയിലെ 6ാമത്തെ സമാഹാരമായ ആദൂർ കവിതകളാണ് ഈ വായനാ ദിനത്തിൽ പുസ്തകപ്രേമികളെ തേടിയെത്തുന്നത്. 3 സെന്റിമീറ്റർ നീളവും 250 മില്ലിഗ്രാം മാത്രം തൂക്കവുമുള്ള മൾട്ടി കളർ പേജുകളോട് കൂടിയ പുസ്തകത്തിൽ 81 പോസ്റ്റർ കവിതകളാണുള്ളത്. 15,000 കോപ്പികളാണ് ഇത്തവണ വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. 1000 വിദ്യാലയങ്ങളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്യും. സൗജന്യ പുസ്തക വിതരണം 1,00,000 എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താർ ആദൂരിന്റെ ലക്ഷ്യം.
പുതിയ തലമുറയെ വായനയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കൗതുകകരമായ മിനിയേച്ചർ പുസ്തകം നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. മിനിയേച്ചർ പുസ്തകങ്ങളുടെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ഓരോ പേജുകളും നമ്മൾ കൂട്ടിയോജിപ്പിച്ച് എൻ്റെ മക്കള്, എൻ്റെ അയൽപ്പക്കത്തുള്ള കുട്ടികൾ, അതുപോലെ എൻ്റെ ഭാര്യ, എൻ്റെ ഉപ്പ എല്ലാവരും ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും അധികം പുസ്തകങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ആദൂർ കവിതകൾ ഒരു 15,000 കോപ്പി നൽകുക എന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടുകൂടി എനിക്ക് 1,50,000 പുസ്തകങ്ങൾ സൗജന്യമായി നൽകുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. 2008 വായനാ ദിനത്തിലാണ് സത്താർ സൗജന്യ പുസ്തക വിതരണത്തിന് തുടക്കം കുറിച്ചത്. 1.5 ഇഞ്ച് വലിപ്പമുള്ള SMS 101 കഥകൾ എന്ന പുസ്തകത്തിന്റെ 5,000 കോപ്പികളാണ് ആ വർഷത്തിൽ വിതരണം ചെയ്തത്. 2009 1 ഇഞ്ച് വലിപ്പമുള്ള 101 കവിതകളുടെ സമാഹാരവും 2019 ഇംഗ്ലീഷിലുള്ള 1.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള 50-50യും 2023 3.5 സെന്റിമീറ്റർ നീളമുള്ള ഹൈക്ക് കഥകളുടെ സമാഹാരവും വായനക്കാരിലേക്ക് സൗജന്യമായി എത്തിച്ചു. ഈ കാലയളവിനുള്ളിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ 35,000 പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മനോഹരമായ ആദൂർ ഗ്രാമത്തിന്റെ പേരിലുള്ള ആദൂർ കവിതകൾ എന്ന കുഞ്ഞൻ പുസ്തകം തീർത്തും സൗജന്യമായാണ് ഗിന്നസ് സത്താർ ആദൂർ വിതരണം ചെയ്യുന്നത്. 1,00,000 കോപ്പിയെങ്കിലും വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ ആഗ്രഹം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. തൃശൂർ ചേതനയുടെ ആഭിമുഖ്യത്തിൽ ലോക സംഗീത ദിനമായ ജൂൺ 21 ഭിന്നശേഷി ഗായകരുടെ ഗാനമേള സംഘടിപ്പിക്കും. ചേതന ഗാനാശ്രമത്തിന്റെയും ചേതന സംഗീത് നാടക അക്കാദമിയുടെയും രക്ഷിതാക്കളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5 തൃശൂർ ടൗൺ ഹാളിലാണ് പരിപാടി. തൃശൂർ പോളി നയിക്കുന്ന ഓർക്കസ്ട്ര ടീമിനോടൊപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 15ഓളം ഭിന്നശേഷി ഗായകർ ഗാനാലാപനം നടത്തും. ചേതനയിൽ വർഷങ്ങളായി മസ്തിഷ്ക സംഗീത ചികിത്സ തേടിയവരാണ് ഇതിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ഗായകരും. പ്രവാസി വ്യവസായി നസീർ വിളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഗാനമേളയിൽ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ പോൾ പൂവത്തിങ്കൽ, VS രമേശൻ, ഡോക്ടർ KP സതീഷ്, ടിൻഡോ P ആൻഡോ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിതമാർഗവും കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന യദുകൃഷ്ണന് സ്വന്തമായി വീടായി. ചാവക്കാട് MLAയുടെയും നഗരസഭാ ചെയർപേഴ്സന്റെയും സ്കൂൾ മാനേജ്മെന്റ്, PTA രക്ഷിതാക്കൾ, പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹായത്താലാണ് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന യദുകൃഷ്ണന് വീടൊരുങ്ങിയത്. വീടിന്റെ താക്കോൽദാനം നാളെ നടക്കും. വിദ്യാലയത്തിന് മികച്ച വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന മെറിറ്റ് ഡേയും നാളെ നടക്കുമെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മാനേജർ MU ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ MD ഷീബ, ഹെഡ് മിസ്റ്റേഴ്സ് M സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര വാദ്യകലാകാര കൂട്ടായ്മയായ മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇലത്താള കലാകാരന്മാരായ പറമ്പിൽ നാരായണൻ നായർ, കുട്ടനാട്ട് നാരായണൻ നായർ എന്നിവരുടെ 2ാം ചരമവാർഷിക ദിനാചരണവും ചേലക്കര സൂര്യനാരായണൻ, കിനൂർ മണികണ്ഠൻ എന്നിവരുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു. പെരുമനം സതീശൻ മാരാർ കലാകാരന്മാരുടെ ഛായാചിത്രത്തിനു മുൻപിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സമിതി വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. MLV നായർ, അരുൺ പാലാഴി, കൊടകര അനൂപ്, വിജിൽ മേനോൻ, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ സമ്പൂർണ്ണ തിമിരവിമുക്ത നഗരസഭയാക്കുന്നു. പ്രഖ്യാപനം ഈ മാസം 28 നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി ലയൺസ് ക്ലബും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരസഭയുടെ 41 ഡിവിഷനുകളിലുള്ള നിവാസികൾക്കായി വിവിധ സ്ഥലങ്ങളിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയയും 12 ക്യാമ്പുകളിലായി 2024 രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തതിൽ 170ഓളം പേർക്ക് സൗജന്യ തിമിര വിമുക്ത ശസ്ത്രക്രിയ നടത്തിയതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി വിൽസൺ കുന്നംപള്ളി, CA ശങ്കരൻകുട്ടി, സുനീഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു.
പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം മെറിറ്റ് ഡേയും ആഘോഷിച്ചു. പ്രവേശനോത്സവം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് C. പൈസ് പോൾ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KA ജോർജ്, PTA പ്രസിഡന്റ് റാഫി കൊമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ കനൽ ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു. തീമഴത്തുള്ളിയായി കരളൊരുക്കി മുഖത്തറ പശ ചേർത്തടച്ചു കെട്ടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കൺവെൻഷൻ പറപ്പൂർ വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PP ജോണി അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ട്രഷറർ ജോയ് മുത്തേടൻ, നിയോജക മണ്ഡലം ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ, വനിതാ വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിന്ദു വർഗീസ്, ജനറൽ കൺവീനർ റീത തോമസ്, യൂത്ത് വിംഗ് നിയോജക മണ്ഡലം കൺവീനർ MH സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM പാവറട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധവിരുദ്ധ റാലിയും പ്രതിഷേധ യോഗവും നടന്നു. പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PS ബിജു അധ്യക്ഷനായി. ബാബു ആന്റണി, KR സുമേഷ്, അഷ്കർ അലി, K ദ്രൗപദി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ശക്തമായ തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ 55ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വിനോദ് മാടവന അധ്യക്ഷനായി. NM വിനീഷ്, അൽഫോൺസ ഫ്രാൻസിസ്, സന്തോഷ് എക്കങ്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, KC സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വിളക്കുകാട്ടുപാടം ദേവസൂര്യ കലാവേദിയിൽ അക്ഷരദീപം തെളിയിച്ച് വായന പക്ഷാചാരണത്തിന് തുടക്കമായി. ദേവസൂര്യ ബാലവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് AD ശ്രീനന്ദ അധ്യക്ഷനായി. ദേവസൂര്യ സെക്രട്ടറി KC അഭിലാഷ്, അനാമിക VR, TS ആര്യ എന്നിവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9265 രൂപ, പവന് 74,120 രൂപ. വെള്ളി ഗ്രാമിന് 121 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4353 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. UDF അധികാരത്തിൽ വന്നാൽ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും സർക്കാർ ഗ്യാരണ്ടി ഏർപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സഹകരണ സംഘങ്ങളിൽ തലപ്പത്തെത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പുഴുക്കുത്തുകളുണ്ടെന്നും സതീശൻ. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലത്തിന് നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ചേറ്റുവയിൽ കാർ ഡിവൈഡർ ഇടിച്ച് അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ തണത്തറ വരെ വഴിനീളെ കുഴികൾ. 4.5 കോടി രൂപ ചെലവിട്ട് 1.5 വർഷം മുൻപ് പുതുക്കിപ്പണിത റോഡാണ് പലയിടത്തായി പൊളിഞ്ഞുകിടക്കുന്നത്. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്ക് വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ മുതൽ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.